കേരളത്തെ സംബന്ധിച്ചിടത്തോളം സോളാർ പാനലുകൾ സ്ഥാപിക്കുമ്പോൾ പാനലുകൾ ഏത് ഡയറക്ഷനിലാണ് വെക്കേണ്ടത് എന്ന് സ്വാഭാവികമായും അറിയാൻ ആഗ്രഹമുണ്ടായിരിക്കും. ഐഡിയലായി പറയുകയാണെങ്കിൽ സൗത്തിലേക്ക് ചരിച്ചുകൊണ്ട് നോർത്ത് ടു സൗത്ത് 8 മുതൽ 12 ഡിഗ്രി ഉള്ള ഒരു ആംഗിളിൽ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ല പെർഫോമൻസ് കിട്ടാനായിട്ടുള്ള സാധ്യത. ഇനി കിഴക്കോട്ട് അല്ലെങ്കിൽ ഈസ്റ്റിലേക്ക് പാനലുകൾ വെക്കുന്നത് കൊണ്ട് ഡേ ടൈമിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് നല്ല പ്രൊഡക്ഷൻ കിട്ടും നമ്മൾ കിഴക്കോട്ട് പാനലുകൾ തിരിച്ചു വയ്ക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ പടിഞ്ഞാറേ സൈഡിലേക്ക് വെസ്റ്റ് സൈഡിലേക്കാണ് പാനലുകൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആഫ്റ്റർനൂണും നല്ല പ്രൊഡക്ഷൻ ആയിരിക്കും കിട്ടുക. പക്ഷേ ഐഡിയലായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടാനായിട്ടുള്ള ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് സൗത്തിലേക്ക് ചരിച്ച് പാനലുകൾ വെക്കുക എന്നുള്ളതാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ സണ്ണിൻ്റെ ഡയറക്ഷൻ സെൻസ് ചെയ്തുകൊണ്ട് പാനൽ ഓറിയൻറ്റേഷൻ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായി മാറുന്ന സിസ്റ്റംസൊക്കെ നിലവിലുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും അതൊന്നും അത്ര കണ്ട് പ്രാബല്യത്തിലായി തുടങ്ങിയിട്ടില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇൻസ്റ്റലേഷനുകളും വരുന്നത് ഷീറ്റ് റൂഫുകളുടെ മുകളിലാണ്. ഷീറ്റ് റൂഫുകൾ മൾട്ടി ഡയറക്ഷനായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ഈ 3 ഡയറക്ഷനുകളിലേക്കും ഷീറ്റ് റൂഫ് ലഭ്യമാണെങ്കിൽ ഈക്വലായിട്ട് ആ 3 ഡയറക്ഷനുകളിലും പാനലുകൾ ഫിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. നല്ല എഫിഷ്യൻസിയോടുകൂടി തന്നെ വർക്ക് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ നാട്ടിലെ സൺലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കണക്കാക്കിക്കൊണ്ട് 5.5 മണിക്കൂറാണ് നമുക്ക് ഒരു ഫുൾ ഇൻറ്റൻസിറ്റിയിൽ സൺലൈറ്റ് കിട്ടുന്നതായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ 1 കിലോ വാട്ട് സോളാർ പാനൽ കൊണ്ട് നമുക്ക് തിയററ്റിക്കലി 5.5 യൂണിറ്റ് പവറാണ് നല്ല ഇൻറ്റൻസിറ്റിയുള്ള ഒരു ദിവസം ലഭ്യമാകുക. ഇതാണ് നമ്മുടെ ഒരു കറക്റ്റ് കാൽക്കുലേഷൻ. പക്ഷേ പല ദിവസങ്ങളിലും സൺലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞും കൂടി നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ 1 കിലോ വാട്ടിന് 4 യൂണിറ്റ് എന്ന ഒരു ആവറേജ് കണക്കിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലാണ് ഈ 5.5 യൂണിറ്റ് കിട്ടുന്നത്. ഇത് വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ജർമ്മനിയിൽ എനിക്ക് തോന്നുന്നു 3.5 യൂണിറ്റേ കിട്ടുന്നുണ്ടാവുകയുള്ളൂ ഒരു ദിവസത്തെ വെയിൽ കൊണ്ട്. അപ്പോൾ അത് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും നമുക്ക് ഓരോ രാജ്യത്തിൻ്റെ. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ നാടിനെ സംബന്ധിച്ച് 5.5 യൂണിറ്റ് പവർ 1 കിലോ വാട്ടിൽ നിന്ന് ലഭ്യമാകുന്ന രീതിയിലുള്ള വെയിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആവറേജ് നമ്മളൊരു 4 യൂണിറ്റ് എന്ന് കണക്കാക്കിക്കൊണ്ട് പറയുന്നത്.